ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നും കൂടി വോയിസ് ഓവർ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈശ്വര, എത്ര എളുപ്പം എനിക്ക് ഡയറക്റ്റ് വോയിസ് ഇട്ടിട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കുറച്ചു കാലം കൂടി അങ്ങനെ ചെയ്താൽ മതിയെന്ന് ഡോക്ടറുടെ ഒരു അഡ്വൈസ് കാരണമാണ് വോയിസ് ഓവർ വീഡിയോ ചെയ്യുന്നത്. വോളിയം എനിക്ക് അധികമില്ല, അപ്പോൾ പ്ലീസ് എനിക്കൊന്ന് വോയിസ് ഓവർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല ക്ലിയറായിട്ട് വരില്ലേ? സൂപ്പറായിട്ടല്ലേ കേൾക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ചിലപ്പോൾ കേൾക്കാൻ പറ്റിയില്ലെങ്കിലോ, ദൈവമേ, വാട്ടെവർ. അപ്പോൾ നിങ്ങളുണ്ടാവണേ എന്നും ആ സ്നേഹത്തോടെ. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വരൂ. എവിടേക്കാണ് കൊണ്ടുപോകണമെന്നല്ലേ? ഇതാണ് എൻ്റെ കിച്ചൻ. കണ്ടിട്ട് എനിക്ക് തന്നെ വല്ലാണ്ടായി കേട്ടോ. ഞാൻ എന്തുമാത്രം സാധനങ്ങളാണ് വെച്ച് ഇങ്ങനെ കൂട്ടി തിരിക്കുകയൊക്കെ വെച്ചിരിക്കുന്നത്. പണ്ടൊന്നും ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ ഈ കിച്ചൺ ക്ലീനിങ് ആണ്. അതിനു മുന്നേ ഊണ് കഴിക്കാനുള്ളതെല്ലാം റെഡിയാക്കണം. അപ്പോൾ നമുക്കൊന്ന് ആദ്യം കുക്ക് ചെയ്താലോ? റെഡിയാവാം. ഓക്കെ, കമോൺ. ഞാൻ അധികവും കഴിക്കുന്നത് പച്ചരിയാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരാൾക്കും പിന്നെ കുറച്ച് ബൂബൂനും വേണം. അപ്പോൾ അതിന് ഒരു പിടിയും ഒരു ശകലം കൂടി ഇട്ട് കുക്കറിൽ വേവിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴത്തെ കിട്ടുന്ന അരിയൊക്കെ ഒരുപാട് കെമിക്കൽസൊക്കെ ഉണ്ടെന്നുള്ളതുകൊണ്ടേ അത് വൃത്തിയായിട്ട് കഴുകി വേണം ഉപയോഗിക്കാൻ. അപ്പോൾ അതൊരു വലിയ ടാസ്ക്കാണ്. തനിയെ കുക്ക് ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും നമുക്ക് എത്ര വാഷ് ചെയ്താലും മതിയാവില്ല. ഇനി കുറച്ചുകൂടെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് നമ്മൾ വീണ്ടും ചെയ്യുമല്ലേ. ഞാൻ ആ കാറ്റഗറിയിലാണേ. അങ്ങനെ എനിക്ക് മതിയാവുവോളം ഞാൻ അരി നല്ല പോലെ കഴുകാറുണ്ട്. ഇന്നും അത് തന്നെ സംഭവിച്ചു. അടുക്കള ജോലിയൊക്കെ ചെയ്യുമ്പോൾ പലരും ഉണ്ടല്ലോ കൈയൊക്കെ കഴുകിയിട്ട് ഉടുപ്പിൽ തുടയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ആ സ്വഭാവം ഇഷ്ടമേ അല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു ടവൽ കരുതും. ഇതുപോലെ വരണം. ചോറ് കുക്കറിൽ വെന്ത് വരുന്ന സമയം കൊണ്ട് ഒഴിച്ച് കറിക്ക് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് വേറൊരു കുക്കർ പാത്രം എടുത്തു സാമ്പാർ പരിപ്പ് വേവിക്കാനായിട്ട് വയ്ക്കുകയാണ്. തൂവരം പരിപ്പെന്നും പറയും അതിനെ. അതും നന്നായിട്ട് കഴുകിയെടുക്കണം. സാധാരണ ദിവസങ്ങളിലെ ഈ അരി കഴുകിയ വെള്ളം, പരിപ്പ് കഴുകിയ വെള്ളം, വെജിറ്റബിൾസ് കഴുകിയ വെള്ളമൊക്കെ ഞാൻ എടുത്തു വയ്ക്കും. എന്നിട്ട് അതെടുത്ത് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ അവർക്ക് നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ്. പരിപ്പ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റൗവിൽ വെക്കാമേ. ഈ പരിപ്പ് വേവിക്കാൻ വെച്ച പാത്രത്തിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. ശകലം വെളിച്ചെണ്ണ ഒഴിക്കുകയാണേ. ഇത് പരിപ്പ് പെട്ടെന്ന് വേവിക്കാനായിട്ടാണ് ഇങ്ങനെ ഒഴിക്കുന്നത്. അത് കഴിഞ്ഞതാ ഈ ചെറിയ പ്ലേറ്റ് കണ്ടോ, ഇതും കൂടി ഇതിൻ്റെ അകത്തോട്ടിടുകയാണ്. ഇങ്ങനെ ചെയ്താലേ ഒരിക്കലും അത് തിളച്ച് തൂകത്തില്ല. അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ തിളച്ച് പതഞ്ഞ് സൈഡിൽ കൂടെയൊക്കെ പോവും. ഒഴിച്ചുകറി ഉണ്ടാക്കാനുള്ള പരിപ്പാണ് നമ്മൾ വെച്ചത്. ഇനി നമുക്ക് ചീര അരിയാം. ഈ ചീര രാവിലെ ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ മേടിച്ചതാണേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കറിയുടെ പേര് കീര മുളകൂട്ടൽ അല്ലെങ്കിൽ കീര പൊരിച്ച കുഴമ്പ്. ഇതൊരു ബ്രാഹ്മിൻസ് ഉണ്ടാക്കുന്ന ഒരു ഫുഡാണേ. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിനാദ്യം നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ചു. ചീര നല്ല പോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ഞാൻ വീട്ടിലുണ്ടെങ്കിൽ മിക്കവാറും ചീര വാങ്ങിച്ച് കഴിക്കാറുണ്ട് കേട്ടോ. പല രീതിയിലാണ് കഴിക്കുന്നത്. ഇന്നും മുളകൂട്ടൽ. അപ്പോൾ ഈ ചീര നന്നായിട്ട് കഴുകിയെടുക്കണം. കെമിക്കൽസൊക്കെ പോകാനായിട്ട് 2-3 വെള്ളത്തിൽ നല്ല പോലെ വൃത്തിയായിട്ട് കഴുകി ഞാൻ എടുക്കുന്നുണ്ട്. കഴുകി വെക്കുന്ന ചീരയിൽ അല്പം ഉപ്പിട്ടും വെക്കാറുണ്ട്. എന്നിട്ട് ഈ വേവിച്ച പരിപ്പിൻ്റെ അകത്ത് ഈ ചീരയിട്ട് ശകലം വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വയ്ക്കും. എന്നിട്ട് അതിനൊരു അരപ്പുണ്ടാക്കാൻ പോവാം. അതിന് മിക്സിയിൽ കുറച്ച് തേങ്ങ എടുക്കണം, ജീരകം, കുറച്ച് കുരുമുളക് പൊടി, അതിനുശേഷം കുറച്ച് വറ്റൽ മുളക്, ഇത്രയും കൂടി ഇട്ട് ശകലം വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കണം. ഞാനൊരാളല്ലേ ഉള്ളൂ കഴിക്കാനായിട്ട്, അപ്പോൾ കുറച്ചാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അത് കണക്കാക്കി ഇതിനെ ക്വാണ്ടിറ്റി എടുക്കണം. ഈ മറ്റുള്ളവർ പറയുന്നത് പോലെ ഇത്ര സ്പൂൺ എന്നൊക്കെ എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. ഞാനിങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ അരപ്പ് നമുക്ക് ചേർക്കാമേ.
അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എപ്പോഴും ഈ ടേസ്റ്റിന് വേണ്ടി ശകലം ശർക്കരപ്പൊടി ഇടും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കത് ഉപേക്ഷിക്കാം. ശർക്കരപ്പൊടി നല്ലൊരു ടേസ്റ്റ് മേക്കറാണ്. ഇങ്ങനെ ഇരിക്കും പൊരിച്ച കുഴമ്പ്. ഇനി ഇത് താളിക്കണം നമുക്ക്. കീര പൊരിച്ച കുഴമ്പ് അഥവാ കീര മുളകൂട്ടൽ റെഡി. ഇനി നമുക്ക് വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫ്രൈ നാടൻ വെണ്ടയ്ക്ക കിട്ടി, അത് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. ഒരേ സൈസിൽ അരിഞ്ഞെടുക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ. ഒരുപോലെ ഇരിക്കും കാണാനായിട്ട്. ഫ്രൈഡ് റെസിപ്പി ഒന്നും പറയണ്ടല്ലോ അല്ലേ, എന്നാലും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറയാം. അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ എപ്പോഴും ഉഴുന്ന് പരിപ്പ് കൂടെ അതിൻ്റെ അകത്ത് ഇടാറുണ്ട് കേട്ടോ. താളിക്കുമ്പോൾ കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട് കടുകും പൊട്ടിച്ചിട്ട് അരിഞ്ഞ് വെച്ച വെണ്ടയ്ക്ക അതിലോട്ട് ഇടണം. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാടിട്ട് നമ്മൾ ഇളക്കുകയാണെങ്കിൽ അത് കുഴഞ്ഞു പോകും. അപ്പോൾ ഫ്രൈ ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം നമ്മളതിനെ ഇളക്കാനായിട്ട്. ഒന്നൊന്നിങ്ങനെ തൊടാതെ കിട്ടണമെങ്കിലേ, എനിക്ക് അങ്ങനെ വെണ്ടയ്ക്ക ഇരിക്കുന്നതാണ് ഇഷ്ടം. കുഴഞ്ഞ് കിളുകളാന്നിരുന്നാൽ എനിക്കിഷ്ടമല്ല. എനിക്കും ഇഷ്ടമല്ല, സൗഭാഗ്യക്കും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ഫ്രൈ ഉണ്ടാക്കുന്നത്. അതിനകത്തോട്ട് ഇത്തിരി ഉപ്പിട്ടു, കുറച്ച് മുളക് പൊടി ഇട്ടു, എന്നിട്ട് ഒന്ന് സൂക്ഷിച്ച് ഇളക്കി കൊടുത്തു. വെണ്ടയ്ക്ക ഫ്രൈ റെഡി. ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാമേ. ചോറ്, വെണ്ടയ്ക്ക ഫ്രൈ, കീരമുളക് കൂട്ടൽ എല്ലാം എടുത്തു വെച്ചു. ഊണ് കഴിക്കണ്ടേ? എനിക്ക് വിശക്കുണ്ട്. അതെ, ഒരു കാര്യം പറയാൻ വിട്ടു. കുറച്ച് നാളായിട്ട് എനിക്ക് മുട്ട് ഭയങ്കര വേദനയായിരുന്നു. അത് മാറാനായിട്ട് നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അതാ കണ്ടോ, ഞാൻ നിലത്തിരുന്ന് കഴിക്കുവാണ്. എൻ്റെ മുട്ട് കണ്ടോ? ചിരിക്കല്ലേ, ശരിയാവും, പഴയതുപോലെയൊക്കെ ആവും. എൻ്റെ ഫുഡ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ആസ്വദിച്ച് കഴിക്കുക. നിങ്ങളിതുണ്ടാക്കി നോക്കിയിട്ട് പറയണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന്. ആ ടേസ്റ്റ് മേക്കറുടെ കാര്യം കൂടി പറയണം കേട്ടോ. ശർക്കരപ്പൊടിയുടെ കാര്യം എന്തായാലും ഞാൻ നന്നായിട്ട് കഴിച്ചു. ഒരല്പം പോലും ബാക്കിയില്ല പ്ലേറ്റിൽ. ഇനി അടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പാത്രം കഴുകൽ. വളരെ കഷ്ടപ്പെട്ട് ഞാൻ എല്ലാ പാത്രവും എന്താ കഴുകുക. നമ്മളിങ്ങനെ സ്വന്തമായിട്ട് ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് സഹായിക്കാനായിട്ട് വരുന്ന വ്യക്തികളോട് നമുക്ക് പ്രത്യേക ബഹുമാനവും ഒരു സ്നേഹവും ഒക്കെ തോന്നുന്നതല്ലേ. എന്തായാലും ഞാനതൊക്കെ മനസ്സിലാക്കിയിട്ട് കുറേ നാളായി. ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാനിതെല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. സോ ഐ റെസ്പെക്ട് ദം. സുധാപ്പൂ ഭക്ഷണം കഴിച്ച പാത്രമൊക്കെ കൊണ്ടുവയ്ക്കാറുണ്ട്. സൗഭാഗ്യം അങ്ങനെ ശീലിപ്പിക്കാറുണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഇത് നല്ലൊരു ശീലമാണല്ലേ. ചെറുപ്പത്തിലേ നമ്മളിതൊക്കെ ചെയ്താൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിഷ്ടമല്ല പാത്രം കഴുകുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു സ്വഭാവം ഉണ്ടാവില്ലായിരുന്നു. കുഞ്ഞിലെ എല്ലാ ജോലിയും ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് എൻ്റെ ചേച്ചിയാണേ. എന്നോട് ചേച്ചി ആ പാത്രം കഴുകി എടുത്ത് വയ്ക്കുന്ന പാത്രങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാൻ പറയും. അതുപോലെ ഞാൻ ചെയ്യില്ലായിരുന്നു, മടിച്ചായിരുന്നു. അതിനു വേണ്ടി ഇപ്പോൾ ചെയ്യുക. പാവം എൻ്റെ ചേച്ചി ഒരിക്കൽ പോലും എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല ഞാൻ ചെയ്യാത്തതിന്. ഐ ലവ് യു മൈ സിസ്റ്റർ. ഇത്തിരി സങ്കടവും ദേഷ്യമൊക്കെ വരുന്നത് പാത്രം കഴുകുമ്പോൾ മാത്രമാണ്. പക്ഷേ ബാക്കി എല്ലാ ജോലിയും ഞാൻ ഒരു മടിയും കൂടാതെ ചെയ്യാറുണ്ട് കേട്ടോ. അതുമാത്രമല്ല, നമ്മളിതൊക്കെ തനിയെ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് വൃത്തിയാകുന്നത് വരെ നമ്മളിതെല്ലാം ചെയ്ത് വയ്ക്കാൻ നമുക്കൊരു വലിയ സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളൊരിക്കലും ഇതൊക്കെ തനിയെ ചെയ്യാൻ ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരിക്കലും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യില്ല. കാരണം നമ്മൾ ചെയ്യുന്നതുകൊണ്ട് അത്രയും പെർഫെക്റ്റ് ആവില്ല എന്ന് നമുക്കൊരു തോന്നൽ വരില്ലേ. ശരിയല്ലേ? അങ്ങനെ കുറച്ച് പേരെങ്കിലും അവിടെ കാണൂല്ലേ? കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോയിൽ കണ്ടാൽ ഞാൻ ഇങ്ങനെ പറപറാന്ന് ജോലി ചെയ്യുന്ന പോലെ തോന്നുന്നില്ലേ? ആക്ച്വലി ഞാൻ സ്പീഡാക്കിയിട്ടിരിക്കുകയാണ്. എനിക്ക് ഇത്ര സ്പീഡൊന്നുമില്ല. ഇത്ര സ്പീഡെന്ന് വെച്ചാൽ എനിക്ക് സ്പീഡേ ഇല്ല. ഞാൻ പതുക്കെയാണ് എല്ലാ ജോലിയും ചെയ്യുന്നത്. പണ്ടൊക്കെ ആയിരുന്നു ഞാൻ ഭയങ്കര ഫാസ്റ്റായിട്ട് ജോലിയായിരുന്നു. ഈ പാത്രങ്ങളെല്ലാം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ കിച്ചൻ്റെ ക്ലീനിങ് എന്നുള്ള സംഭവത്തിലേക്ക് നമുക്ക് തുടങ്ങാം. ഒന്ന് ശ്രദ്ധിച്ചേ, എന്തുമാത്രം സാധനങ്ങളാണ് നോക്കിക്കേ. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും മറന്നുപോയതും ഓർമ്മയുള്ളതും ഇഷ്ടം പോലെ എല്ലാം എടുത്ത് പൊടി തട്ടി വലയൊക്കെ മാറ്റി തുടച്ച് പിന്നെ തിരിച്ചതെല്ലാം അടുക്കി വെച്ച് നല്ല പണിയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും ക്ഷീണിച്ചു. ഒറ്റയ്ക്കല്ലേ ഞാനിതെല്ലാം ചെയ്യുമ്പോൾ. വീഡിയോയിൽ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ റെസ്റ്റ് എടുത്തു കേട്ടോ. റെസ്റ്റ് എടുക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. ഹാവോ 11 മണിക്ക് ഞാൻ തുടങ്ങിയതാണേ. കണ്ടോ,
അടുക്കള ഇപ്പോൾ എങ്ങനെയുണ്ട്? എൻ്റെ കൃഷ്ണന് സന്തോഷമായി കേട്ടോ. ഇത്തിരി വെട്ടവും വെളിച്ചമൊക്കെ എൻ്റെ അടുക്കളയ്ക്ക് വന്നപ്പോൾ. അടുക്കള എന്ന് പറയുന്നതാണ് ഏറ്റവും ഐശ്വര്യമുള്ള സ്ഥലം എന്ന് എൻ്റെ അമ്മ പറയും കേട്ടോ. അമ്മ അടുക്കളയിലൊക്കെ പൂജാമുറി വെച്ചിരുന്നു. എല്ലാം നീറ്റായില്ലേ? ഞാൻ തുടച്ച് മീനിക്ക് വൃത്തിയാക്കി അങ്ങ് എടുത്തു. ഫ്രിഡ്ജിൻ്റെ അകം ഞാൻ വൃത്തിയാക്കിയില്ല, അതിന് സമയമില്ല. കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി, ഞാനും ഒരുപാട് ടയേർഡായി. ബൂബുവിന് ആഹാരം കൊടുക്കണം. അങ്ങനെ ഈ കൊച്ചു മുറി വൃത്തിയാക്കാൻ ഞാൻ ഒരുപാട് സമയമെടുത്തു. സ്പീഡിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും എൻ്റെ അടുക്കള നീറ്റായില്ലേ? എങ്ങനെയുണ്ടെന്ന് ഉറപ്പായിട്ടും കമൻറ്റിലിടണേ. അത് വായിക്കുമ്പോൾ എനിക്കൊരു വലിയ സന്തോഷം തോന്നും കേട്ടോ. നല്ല കമൻറ്റ്സ് ആയിരിക്കുമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാനത് ഇടണമെന്ന് പറയുന്നത്. ഇതാ എൻ്റെ ഫൈനൽ ലുക്ക്, കല്യാണി കിച്ചൻ. ടണ്ടടായി. നല്ല പളപളാന്നായില്ലേ? ഷൈനിങ് കിച്ചനായില്ലേ? അങ്ങനെ കല്യാണിയിലെ എല്ലാ റൂംസും ഇതുപോലെ ഞാൻ തനിയെ വൃത്തിയാക്കുന്ന ശബ്ദം എടുത്തിരിക്കുകയാണ് കേട്ടോ. കിച്ചൺ വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴേ എൻ്റെ പരിപ്പ് തെറിച്ചു. പക്ഷെ ഞാൻ വിടുന്നില്ല, ഞാൻ ആ ശബ്ദം പൂർത്തിയാക്കും. ഇത് പാർട്ട് 1, കുക്കിംഗ് ആൻഡ് ക്ലീനിങ് പാർട്ട് 1 അറ്റ് കല്യാണി. നല്ല ടൈറ്റിലല്ലേ? അപ്പോൾ പുതിയ ക്ലീനിങ് വീഡിയോസും കുക്കിംഗ് വീഡിയോസൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അല്പം ആരോഗ്യത്തോടെ ഞാൻ വീണ്ടും തിരിച്ചു വരും. സ്വന്തമായിട്ടതെല്ലാം വൃത്തിയാക്കിയിട്ട് അതൊന്ന് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, അപ്പോൾ ഒരു സന്തോഷമാണ്, ആനന്ദം പരമാനന്ദം. അതാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ഞാൻ ഈ ക്ലീനിങ് വീഡിയോ ചെയ്ത അതേ ദിവസമാണ് സൗഭാഗ്യ അവിടെ ക്ലീനിങ് ചെയ്തത്. ഞങ്ങളുടെ മനസ്സ് കണ്ട ഒരുപോലെയാണ്. അതെങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ, ഒരേപോലെ ഞങ്ങൾ ചിന്തിക്കും, ഒരേ മനസ്സാണ്. ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. കൊറിയൻ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ള ഇൻസ്പിറേഷനിലാണ് ഞാനും സൗഭാഗ്യം ഇതുപോലെയൊക്കെ ചെയ്യുന്നത്. ഓ അങ്ങനെ ക്ലീനിങ് യജ്ഞം തീർന്നിരിക്കുന്നു. ഞാൻ നല്ല പോലെ ടയേർഡായി കേട്ടോ. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഫുഡൊക്കെ വെക്കണം, ബൂബുവിന് ഫുഡ് കൊടുക്കണം. എപ്പോൾ തുടങ്ങിയതാണെന്നറിയോ ഞാനിത്? രാവിലെ 11 മണിക്ക് തുടങ്ങിയതായി, ഇപ്പോൾ 8 മണിയായി. ഇനി കുളിക്കണം, ബൂബുവിന് ഫുഡ് കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? വീണ്ടും നമുക്ക് കാണണേ, ഉറപ്പായിട്ട് കാണണം കേട്ടോ. ലോട്ട്സ് ഓഫ് ലവ്.